ബിഗ് ബോസ് മലയാളം സീസൺ 8 അഗ്നി പരീക്ഷ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ ആദ്യത്തെ ദിവസം ആദ്യത്തെ എപ്പിസോഡ് ഒരുപാട് സംഭവബഹുലമായിട്ടുള്ള കാര്യങ്ങൾ നടന്നു. അതിൽ കള്ളം പറഞ്ഞ് പണി മേടിച്ച് കൂട്ടിയവർ ഇഷ്ടം പോലെയാണ്. ഇവിടെ ഒരാവശ്യമില്ലാതെ ആകാശത്ത് കൂടിപ്പോയ പണി തോട്ടി വെച്ച് പിടിച്ചു മേടിക്കുക എന്ന് കേട്ടിട്ടില്ലേ? ഒരാവശ്യം ഉണ്ടായിരുന്നില്ല, ഒന്ന് എക്സ്ട്രാ ഷൈൻ ചെയ്യാൻ നോക്കിയതാ. അവസാനം 8ന്റെ പണി മേടിച്ച് കൂട്ടേണ്ടി വന്നു. ഞാൻ വളരെ പെട്ടെന്ന് ചുരുക്കി കാര്യം എന്താണെന്ന് പറഞ്ഞുതരാം. അഗ്നി പരീക്ഷയ്ക്ക് തയ്യാറായി നിൽക്കുന്ന 20 കണ്ടസ്റ്റൻസിനെ ജഡ്ജസ് 3 ടീമായിട്ട് തിരിക്കുന്നു. അതിലേറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം രഞ്ജിനി ഹരിദാസിൻ്റെ ടീമാണ്. രഞ്ജിനി മുഴുവൻ ഗേൾസ് ഓൺലി ടീമിനെയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. കാരണം രഞ്ജിനിക്ക് ഒരു ലക്ഷ്യമുണ്ട്. ടീമിൻ്റെ ഉള്ളിൽ തന്നെയുള്ള ഇൻ്റേണൽ മത്സരങ്ങൾ നടന്നു കഴിഞ്ഞാൽ ഒരു ലേഡി തന്നെയായിരിക്കണം തൻ്റെ ടീമിൽ നിന്ന് വിന്നറായിട്ട് പുറത്തേക്ക് പോകേണ്ടത്. ഇത്തവണ ഒരുപാട് പേര് കോമണറുടെ കൂട്ടത്തിൽ നിന്ന് സെലക്ട് ചെയ്യപ്പെടും ബിഗ് ബോസ് ഹൗസിലേക്ക്, ഒരാളല്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, രഞ്ജിനി ഹരിദാസിൻ്റെ ടീം മുഴുവൻ ഗേൾസാണ്. അവിടെയുള്ള ഓരോ ആളുകളും സെൽഫ് ഇൻട്രോ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതിൻ്റെ കൂട്ടത്തിലുള്ള വർഷ അന്ന വിജിയുടെ ടേണായി. ആള് സിംഗറാണ്, ആലപ്പുഴക്കാരിയാണ്. ഒന്ന് എക്സ്ട്രാ ഒന്ന് ഷൈൻ ചെയ്ത് കളഞ്ഞേക്കാം എന്ന് തോന്നി. പുള്ളി ഒരു പരിധിവരെയൊക്കെ അതിൽ സക്സസ് ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. എൻ്റെ പേര് സാഗർ ഏലിയാസ് ജാക്കി എന്ന് പറയുന്ന പോലെയാണ്, കുറച്ച് നീളമുള്ള പേരാണ്, 3 വാക്കുകൾ ചേർന്നിട്ടുള്ള പേരാണ് എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഷൈൻ ചെയ്ത് നിൽക്കുകയാണ്. ആ സമയത്ത് രഞ്ജിനി ഹരിദാസ് ഒരു ചോദ്യം ചോദിച്ചു. ഇതിനു മുമ്പുള്ള ബിഗ് ബോസ് കണ്ടസ്റ്റൻസുകളിൽ സീസൺ 1 തുടങ്ങിയിട്ട് സീസൺ 7 വരെ പങ്കെടുത്തിട്ടുള്ള ആളുകളിൽ വിജിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള ആളാരാ? അങ്ങനെ ഒരാളുണ്ടോ? ചുമ്മാ ഒന്ന് ന്യൂട്രൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞൊന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മതിയായിരുന്നു. ഈ സമയത്ത് വിജി ഇവിടെ സ്കോർ ചെയ്യാനായിട്ട് ശ്രമിച്ചു. എനിക്ക് ഏറ്റവും ഇഷ്ടം രഞ്ജിനിയാണ്, രഞ്ജിനിയാണ് വിന്നർ ആകേണ്ടത് എന്നൊക്കെയുള്ള രീതിയിലൊക്കെ അങ്ങ് പൊലിപ്പിച്ചു കാര്യങ്ങൾ. റെനീഷ ഭയങ്കര ഹാപ്പിയായി. റെനീഷ വിചാരിച്ചത് സത്യമാണെന്ന്. റെനീഷ ഉടനെ എന്തൊരു കോയിൻസിഡൻറ്റാ, നിങ്ങൾ സെയിം ടീമിൽ തന്നെ വന്നല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് രഞ്ജിനി ഇവരുടെ പ്രൊഫൈൽ എടുത്ത് നോക്കുകയാണ്. അവിടെ നോക്കിക്കഴിയുമ്പോൾ രഞ്ജിനിയുടെ ശത്രുവായിട്ടുള്ള സീസൺ 1 കണ്ട എല്ലാവർക്കും അറിയാം, പേളി മാണിയുടെ പേരാണ് അവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഇതുവരെയുള്ള സീസണുകളിലെ ഒരു കണ്ടസ്റ്റൻറ്റിൻ്റെ പേരായിട്ട് വിജി മെൻഷൻ ചെയ്തിരിക്കുന്നത്. രഞ്ജിനി ഇത് കണ്ട് ഞെട്ടി. കാരണം തൊട്ടു മുന്നിൽ നിന്നിട്ടാണ് ഇങ്ങനെ ഒരു ഡയലോഗ് വിട്ടത്. രഞ്ജിനി എന്തായാലും ഇത് വിടാൻ തീരുമാനിച്ചിട്ടില്ല. രഞ്ജിനി പിന്നെയും കുത്തി ചോദിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ എഴുതിയത് വേറൊരു പേരാണല്ലോ. അപ്പോഴും വിജി വിടുന്നില്ല, കട്ടയ്ക്ക് ആ സ്റ്റാൻഡിൽ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ ഇതൊന്ന് സൂം ചെയ്ത് കാണിക്കൂ, ഈ പേജിൽ എന്താ എഴുതിയിരിക്കുന്നത്. രഞ്ജിനി വിടാൻ ഒരുക്കമല്ല, ആകെ കിടന്ന് ഉരുളലായി. അപ്പോൾ വിജി പറഞ്ഞു, അങ്ങനെ ആകാൻ ഒരു വഴിയില്ല, ചിലപ്പോൾ ഞാനൊന്നും എഴുതിയിട്ടുണ്ടാകില്ല എന്നായി. കറക്റ്റായിട്ട് പേളിമണി അത് സ്പോട്ട് ചെയ്ത് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുകയും ചെയ്തു. എഴുതിയിരിക്കുന്നത് പേളിമണിയുടെ പേരാണ്, അല്ലാതെ എൻ്റെ പേരല്ല. പിന്നെ അവിടെ നടന്നത് ഞാൻ പ്രത്യേകം എടുത്ത് പറയേണ്ട കാര്യമില്ലല്ലോ. പേളിമണിയുടെ ഫാൻ ഗേളാണ് ചെന്നെത്തിപ്പെട്ടതോ രഞ്ജിനി ഹരിദാസിൻ്റെ കയ്യിലും.